യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നമുക്ക് പ്രാരംഭമായി ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യൻസ് 2:4-5 വാക്യം. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രസംഗത്തെ, തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുകയാണ്. ചീർപ്പിന്റെ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രകടനം. 9-10 വാക്യം, 9-10 അതേ അധ്യായത്തിന് തന്നെ 9-10 വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഹല്ലേലൂയ. ലോകം പറയുന്നു നിനക്ക് ഇന്നത് സംഭവിക്കും. നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ കൂടെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, വിവിധ തലങ്ങളിൽ ഇടപെടുന്നവർ, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ, നിയമപാലകർ, നിയമനിർമ്മാണം നടത്തുവാൻ പ്രാപ്തിയുള്ളവരൊക്കെ നിന്നെ കുറിച്ച് പലതും വിധി കഴിപ്പിച്ചേക്കാം. ഇതിനപ്പുറത്തോട്ട് നീ പോവുകയില്ല. അല്ലെ എന്തൊക്കെ കിടന്ന് ചാടിയാൽ രക്ഷപ്പെടത്തില്ല. ഇല്ലേ, ചിലപ്പറ്റി പറയാറില്ലേ, കുഞ്ഞുനാളിലെ നിന്റെ മാതാപിതാക്കൾ നിന്റെ ജനനത്തിന്റെ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ജനിച്ച് നിന്റെ വളർച്ച ഒരു ഘട്ടത്തിൽ ഇവൻ ഇന്നതേ ആകത്തുള്ളൂ എന്ന് ചിലപ്പോൾ വിധി കൽപ്പിച്ചിരിക്കാം. പഠിപ്പിച്ച അധ്യാപകർ ചിലപ്പോൾ വിധി കൽപ്പിച്ചേക്കാമോ, ഇതിന് ഇത്രയുള്ള ബുദ്ധിയേ ഉള്ളൂ, ജ്ഞാനമേ ഉള്ളൂ, ഇതിനപ്പുറത്തോട്ടൊന്നും പോവില്ല, അല്ല ഇവൻ നന്നാകാനുള്ളതല്ല. പക്ഷേ ലോകം കൽപ്പിച്ച വിധികളെ മാറ്റുന്ന ദൈവശക്തിയെ കുറിച്ചത്രേ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലോകം പറഞ്ഞതല്ല നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്തത്. അത് നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ചലിക്കുന്നവരാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് ദൈവത്തിന്റെ പ്രവൃത്തികളുടെ ആഴം അറിയണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ദൈവം നിഷേധിയായി, പ്രാകൃത മനുഷ്യനായി, ദൈവികമായ പദ്ധതികൾക്കെതിരെ വെല്ലുവിളിച്ച് ജീവിച്ചൊരു കാലഘട്ടം. എന്നാൽ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം അതിന്റെ റൈറ്റ് ടൈമിൽ എനിക്ക് എന്റെ ദൈവത്തെ അറിയുവാൻ, അനുഭവിക്കുവാൻ ഇടവന്നു. ഹല്ലേലൂയ. ദൈവത്തെ അനുഭവിക്കുവാൻ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ബലപ്പെടുവാൻ. ഹല്ലേലൂയ. എത്യോപ്യ രാജ്ഞിയുടെ ഗൃഹവിചാരകനോട് ഫിലിപ്പോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു, അപ്പൊ അത് വിവേചിച്ചു കൊടുക്കുന്നു. എന്താണ് വായിച്ചെന്നുള്ളത് വിവേചിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ സ്നാനപ്പെടുവാനുള്ള താല്പര്യത്തെ പ്രകടിപ്പിച്ചു. തേര് നിർത്തുവാൻ ആവശ്യപ്പെട്ടു, വെള്ളം കണ്ടെടുത്തു. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞതിന് മറുപടി ഉണ്ടെന്നാണ്, നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അവന്റെ മറുപടി, ഞാൻ യേശു ക്രിസ്തു, യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്നു. ആരുള്ള വിശ്വാസം? ആരുള്ള വിശ്വാസം? യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം. അങ്ങനെ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നിറയുവാൻ എൻ്റെ ജീവിതത്തിന് ദൈവം ഭാഗ്യം നൽകി. ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, വചനം പഠിപ്പിക്കുവാൻ, വചനം പങ്കുവയ്ക്കുവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ ദൈവികമായ അരുൾപ്പാടുകൾ മറ്റുള്ള പങ്കുവയ്ക്കുവാനൊക്കെ ദൈവം അവസരങ്ങളെ നൽകും. കൃപയാൽ, മുൻ നിർണയപ്രകാരം, മുൻ നിശ്ചയപ്രകാരം. ഒരമയും പറഞ്ഞാൽ നമ്മളതിന്റെ 10-ാമത്തെ വാക്യമാണ് ഇപ്പോൾ വായിച്ചത്, അല്ലേ? അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. 1 കൊരിന്ത്യൻസിന്റെ 2:12 വാക്യം. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മൾ പ്രാപിച്ചത് എന്താ?
എന്താ പ്രാപിച്ചത്? ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്. ഭയപ്പെടുവാൻ ദാസത്വത്തിന്റെ ആത്മാവിനെയല്ല നമുക്ക് ലഭിച്ചത്. പിന്നെയും പേടിക്കേണ്ടതിന് വിഷയങ്ങളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും രോഗങ്ങളെയും രോഗബന്ധനങ്ങളെയും കണ്ട് ഭയപ്പെടുവാനല്ല. എനിക്കൊരു മറുപടി തരുവാൻ കഴിവുള്ളവൻ എന്റെ കൂടെയുണ്ട്. അവനെ ഒരു നാളും കൈവിടത്തില്ല, അവനെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ലോകത്തിലെ ആരൊക്കെ വാക്ക് മാറ്റിയാലും എന്റെ കർത്താവ് വാക്ക് മാറ്റുകയില്ല. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനത്രേ. അവൻ തന്റെ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. 12-ാം വാക്യമാണ് നമുക്ക് വായിച്ചത്. 14-ാമത്തെ വാക്യം കൊടുത്ത് വായിക്കാം. 14-ാമത്തെ വാക്യം. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശങ്ങളെ കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകും. അവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. അതാണ് മെയിൻ വിഷയം. ഇത് വിവേചിക്കാൻ തക്കവണ്ണം ആത്മാവിന്റെ സാന്നിധ്യമില്ല. കാരണം അവൻ പ്രാകൃത മനുഷ്യനാണ്. അവൻ ലോകത്തിൻ്റെതായ തലങ്ങളിൽ, ജഡത്തിൻ്റെതായ തലങ്ങളിൽ ദൈവികമായ അരുളപ്പാടുകളെ കേൾക്കാൻ പറ്റാത്ത തലത്തിൽ മാനുഷിക ഉപദേശങ്ങളിലും കൽപ്പനകളിലും ചിന്തകളിലും കണക്റ്റഡ് ആയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ ശബ്ദം അനുഭവിക്കുവാൻ, കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എഫേസ്യൻസ് 1:4. എഫേസ്യൻസ് 1-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുന്നമേ കേട്ടോ നമ്മെ തെരഞ്ഞെടുത്തു. എന്തായിരിക്കുന്നത്? ലോകസ്ഥാപനത്തിന് മുന്നമേ എന്ന് പറഞ്ഞ ഈ ഭൂമിയിൽ സർവചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ എന്നെ തെരഞ്ഞെടുത്തത്. അപ്പൊ ഞാനന്ന് ജഡത്തിൽ ഉണ്ടായിരുന്നു ഇല്ല. ഞാൻ ഫിസിക്കൽ വെളിപ്പെട്ടത് ജഡത്തിൽ വെളിപ്പെട്ടിട്ട് 48-49 വയസ്സായി. 49 വർഷത്തെ കാലയളവാണ് എനിക്കുള്ളത്. അങ്ങനെ ഓരോരുത്തരുടെയും പ്രായം വെക്കുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ ഒരമ്മയുടെയും അപ്പന്റെയും മകളായി നിങ്ങൾ ജനിച്ച കാലം. എന്നാൽ നിങ്ങൾ ജനിക്കുന്നതിന് മുന്നമേ, നിങ്ങൾ ലോകസ്ഥാപനത്തിന് മുന്നമേ ഉണ്ട്. അവന് നിങ്ങൾ മറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നിത്യതയിൽ നിന്നും നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എവിടുന്നാ വന്നത്? നിത്യതയിൽ നിന്നും മുൻ നിർണയപ്രകാരം ഈ ഭൂമിയിലേക്ക് നിങ്ങൾ അയക്കപ്പെട്ടു. ഇനി നിങ്ങൾ എവിടേക്ക് പോകേണ്ടവരാണ്? എവിടേക്ക് മടങ്ങേണ്ടവരാണ്? നിത്യതയിലേക്ക് എത്തപ്പെടേണ്ടവരാണ്. ഇനിയും നിത്യതയിലേക്ക് എത്തപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ലോകത്തിന്റെ അധിപൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ വിളിയും നിങ്ങളെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പും, നിങ്ങൾ ആരായിരിക്കുന്നു, ആരാണ് ക്രിസ്തുവിലെന്നുള്ള ബോധ്യവും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ദുഷ്ടൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവൻ ലോകത്തിൻ്റെതായ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാണിച്ചു തരും. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വലുതാക്കി അവൻ ചിത്രീകരിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിലായും പറയും, ഇന്ന് ഈ കാണുന്ന സകല പ്രശ്നങ്ങൾക്കും വിഷയങ്ങൾക്കും എന്റെ ദൈവം മറുപടി തന്നിരിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ട് മനസ്സിലാക്കിയവർ ചേർന്ന് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ട്. ലോകസ്ഥാപനത്തിന് മുന്നമേ എന്നെ തിരഞ്ഞെടുത്ത എന്റെ ദൈവം. ജെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ജെരമ്യാവിന്റെ പുസ്തകം 1:5 വായിച്ചാട്ട്. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതും മുന്നമേ, കേട്ടോ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു. കേട്ടോ, വ്യക്തമല്ലേ? നമ്മുടെ വർഷിപ്പിന് ആ സമയത്ത് ഈ വിഷയങ്ങളെ ചൊല്ലി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മെസ്സേജ് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കത്തില്ല. സമയത്തിന്റെ പരിമിതികളുണ്ട്. ഏറെ നേരം ആരാധനയും വിടുതലുകളും ഒക്കെ നടന്നതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് തന്നെ ദീർഘനേരത്തെ വചന ശുശ്രൂഷ ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല. കുറച്ച് വിഷയങ്ങൾ ഞങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ലോകസ്ഥാപനത്തിന് മുന്നമേ എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. വിളിച്ചിരിക്കുകയാണ്, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു.
നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. എപ്പോഴേ വിശുദ്ധീകരണം നടന്നു? ഇത് ഇച്ചിരി പാടാ കേട്ടോ. ഇതങ്ങനെ ഇങ്ങനൊന്നും ഗ്രഹിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനൊന്നും സ്വീകരിക്കാൻ പറ്റുന്നതല്ല. കുറച്ചുകൂടൊക്കെ തികച്ച് പൂർത്തിയാക്കാൻ ഇരിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ നേരത്തെ വിശദീകരിച്ചത് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചുമിരിക്കുന്നു കേട്ടോ. ഏതെങ്കിലും പ്രത്യേകമായ ഒരു ഗോത്രത്തിനല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം മക്കൾ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർക്കല്ല. ജാതികൾക്ക് പ്രവാചകനായി ഈ വിളി ഏറ്റെടുത്തോണം. ഒരു പ്രവചന ശബ്ദം നിന്നിൽ ഉയരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ജാതികൾക്ക് പ്രവാചകനായി എന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരാമീൻ പറഞ്ഞാണ്. സ്തോത്രം. ആ വാക്യം പൂർണ്ണമായി. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഫസ്റ്റ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്റെ തെരഞ്ഞെടുപ്പ് എപ്പോ ഉണ്ടായി? ലോക സ്ഥാപനത്തിന് മുന്നമേ ഉണ്ടായി. അത് തിരിച്ചറിയുവാൻ എന്റെ ദൈവം എനിക്ക് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു അവസരം നൽകി. അവസരങ്ങൾ ലഭിച്ചിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ആരാണെന്ന് തിരിച്ചറിവ് വന്നിട്ടും പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയ ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട് അവർ കുടുങ്ങിപ്പോയത്? അവർ ലോകത്തിൻ്റെതായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു, മാനുഷിക കൽപ്പനകളിലും ഉപദേശങ്ങളിലേക്ക് തിരിഞ്ഞു, ജഡത്തിന്റെ മോഹങ്ങളിലേക്ക് തിരിഞ്ഞു. ജഡാഭിലാഷം ആത്മാഭിലാഷത്തിന് വിരോധമാണ്. ഹല്ലേലൂയ. ജഡത്തെ സ്നേഹിക്കുന്നവന് പിതാവിന്റെ സ്നേഹം നിൽക്കില്ല. ഹല്ലേലൂയ. ജഡത്തെ വെറുക്കുന്നവൻ പിതാവിന്റെ സ്നേഹത്തിൽ നിറയും. ഹല്ലേലൂയ. അപ്പൊ ഗീവ് പ്രയോറിറ്റി. ആർക്ക് എന്തിന് പ്രാധാന്യം കൊടുക്കണം? എന്തിന് പ്രാധാന്യം കൊടുക്കണം? യേശു കർത്താവ് മരണത്തിന്റെ അധീനതയിൽ നിന്നും, പാപത്തിന്റെ അധീനതയിൽ നിന്നും, ശാപത്തിന്റെ അധീനതയിൽ നിന്നും എന്നെ മോചിപ്പിച്ച യേശു ക്രിസ്തു ആയിരിക്കട്ടെ എന്റെ പ്രഥമ സ്ഥാനമല്ല. എന്റെ നോട്ടം അവിടെ ആയിരിക്കണം. അതിന് മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതോടുകൂടെ ഇതൊക്കെയും ഏതൊക്കെയും ജീവനും ഭക്തിക്കും വേണ്ടിയ സകലതും അവൻ ഒരുക്കി തരും. ഞാൻ അതിനെ ചൊല്ലി എന്ത് ചെയ്യണ്ട. ഞാൻ ജഡത്തിൽ ഫോക്കസ് ചെയ്യും. എന്റെ ശ്രദ്ധ മുഴുവൻ അവിടെയായിരിക്കും. എനിക്ക് ആകുലതയാണ്. അയ്യോ, പ്രാർത്ഥിക്കാൻ പോലുള്ള അധികാരം എനിക്കുണ്ടോ എന്നുള്ള ചിന്തയുണ്ടാവും. കാരണം ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്. അപ്പൊ ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ജഡത്തെ സ്നേഹിക്കാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് മാറുന്ന ഒരു അനുഭവം, ആ ഒരു നിലയിലേക്ക് നമ്മൾ മാറിയാൽ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ ചലിക്കുന്നത് അവന്റെ ഇഷ്ടപ്രകാരമാണ്. ഹല്ലേലൂയ. ഞാൻ ചലിക്കുന്നത് ആരുടെ ഇഷ്ടപ്രകാരമോ? ഞാൻ എവിടുന്ന് വന്നതാണ്? ഇറ്റേണൽ വേൾഡ്, ഇറ്റേണിറ്റി, നിത്യതയിൽ നിന്ന് ഞാൻ വന്നു. ഇനി ഞാൻ എവിടേക്ക് പോകേണ്ടതാണ്? നിത്യതയിലേക്ക് മടങ്ങേണ്ടതാണ്. നിത്യജീവ മൊഴികൾ എവിടെ ഇരിക്കുന്നു? യേശു കർത്താവ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സകലത്തെയും ജയിക്കുന്നു ജയകരമായ അനുഭവം, ജയാളിയായി ഞാൻ മാറിയെന്ന്, അല്ലെങ്കിൽ ഞാൻ ജയാളിയാണെന്ന തിരിച്ചറിവ്, ലോകത്തിലെ ഒരു ശക്തിക്ക് വരെ തകർക്കാൻ കഴിയത്തില്ലെന്നുള്ള ബോധ്യം അങ്ങ് എൻ്റെ ഉള്ളിൽ പകരുന്നതിനെ ഓർത്ത് ഞാൻ ശ്രദ്ധ വെക്കുന്നത് ഈ ഫ്ലഷിലല്ല, ഈ മാംസത്തിലല്ല, കൺമോഹങ്ങളിലല്ല, കാഴ്ചയാലല്ല. ഞാൻ ചലിക്കുന്നത് വിശ്വാസത്താലത്രയും. സ്പിരിച്വൽ വേൾഡ്, ആത്മലോകത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളവരായി ഇത് കാണുന്നവർ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പിനെയും ചോദ്യം ചെയ്യുവാൻ, അതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ തിരിച്ചറിവ് പകരുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരത്രേ. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.